ഓക്കെ സ്റ്റാർട്ട്. ഇത് കാറിന്റെ വീൽ ക്യാപ്പാണ്. ഇത് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാ. ഇത് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി. ഇത് സാരിയുടെ ലേസ് ആയിരുന്നു, ഉപയോഗിക്കാത്ത സാരിയുടെ ലേസ്. അത് ഫിറ്റ് അതിന് ഫ്ലവറൊക്കെ വെച്ച് അതിന്റെ നടുവിൽ ഒരു കഷ്ണം മിറർ വെച്ച്. ഇത് കുക്കറിന്റെ ഗ്യാസ്കറ്റാ ഈ നടുവിലുള്ളത്. ഈ സാധനം അങ്ങനെ സെറ്റ് ചെയ്താക്കിയതാ. ഇത് കോവിഡ് സമയത്ത് സമയം പോകാൻ വേണ്ടി ഞാൻ ആദ്യം തുടങ്ങിയതാണ്. അപ്പോൾ വീട്ടിൽ കുറേ എനിക്ക് പണ്ടേ ക്രാഫ്റ്റ് ഇഷ്ടമാണ്, പക്ഷെ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇങ്ങനെ കുറേ വേസ്റ്റ് മെറ്റീരിയൽ CD ഒക്കെ കിട്ടിയപ്പോൾ എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ലോ കോസ്റ്റ് മെറ്റീരിയൽ ഇങ്ങനെ ഒട്ടിക്കുന്ന സാധനം പേപ്പറൊക്കെ വാങ്ങി 1-2 ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ഇത് കിട്ടിയതുകൊണ്ട് എല്ലാം പിന്നെ ചെയ്ത് സ്വയം ആലോചിച്ച് ചെയ്യുന്നതാണ്. യൂട്യൂബിലൊന്നും നോക്കിയിട്ടൊന്നുമില്ല, പക്ഷെ നെറ്റിപ്പെട്ട യൂട്യൂബ് നോക്കിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു വന്നപ്പോൾ ഇങ്ങനെ കുറേ ആയി. എത്ര വർഷം എടുത്ത് നമ്മൾ ഈ 1-2 വർഷത്തിനുള്ളിൽ ചെയ്തതായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിനായിട്ട് ഇരിക്കുന്നൊന്നുമില്ല, ഇത് ചെയ്യാനായിട്ട് ഇരിക്കില്ല. സമയം കിട്ടുമ്പോൾ ഒരു മൂഡ് നോക്കി അപ്പം ചെയ്യുന്നേലും. മെറ്റീരിയൽസ് എല്ലാം ഒന്ന് പറഞ്ഞു. മെറ്റീരിയൽസ് ഇത് അടിയിലുള്ള ഇത് വേസ്റ്റ് CD ആണ്, ഉപയോഗിക്കാൻ CD. ആ CDന്റെ മുകളിൽ പേപ്പർ ഒട്ടിച്ച് പിന്നെ ഒട്ടിക്കുന്ന ബ്ലേസുകളും സാധനങ്ങളും എല്ലാം വാങ്ങി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ ഇതെന്ന് പറഞ്ഞാൽ പഴയ ക്ലോക്കിൽ അതിൻ്റെ ഉള്ളിലെ പാട്ടെല്ലാം കളഞ്ഞ് അതിൻ്റെ ഗ്ലാസ്സിൽ പെയിൻറ്റ് ചെയ്തതാണ്. അത് എന്നിട്ട് അതുപോലെ ഫിറ്റ് ചെയ്ത് വെച്ചു. വെറുതെ ഒരു ജോലിക്ക് തുടങ്ങി അല്ലേ? ഇതൊരു കുപ്പി പെയിൻറ്റിങ്ങിന് ഇപ്പം എല്ലാവരും സാധാരണ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഇതെല്ലാം ഗ്ലാസ് മുറിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് വേസ്റ്റായിട്ട് കളയുന്ന ഗ്ലാസ്സില്ല, അതിങ്ങനെ ബൾക്കായിട്ട് വാങ്ങിയിട്ട് ഇങ്ങനെ അവർ പീസ് മുറിച്ച് തരും. ഷേപ്പ് റൗണ്ട് വേണം, സ്ക്വയർ വേണം. അപ്പം ഇങ്ങനെ കുറച്ച് പീസൊക്കെ വാങ്ങിയതാ. ആ സ്ക്വയറൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടാക്കിയത്, അതിൽ വെച്ചത് അതെല്ലാം അങ്ങനെ ആക്കി. പിന്നെ അതിൻ്റെ അടിയിൽ ഈ പ്ലൈവുഡിൻ്റെ പീസ്, ആ സ്ക്വയറുള്ള പീസെല്ലാം അതെല്ലാം വേസ്റ്റ് വെക്കണം. അതിലിങ്ങനെ ഐഡിയ വന്ന് ഒട്ടിച്ചു. പിന്നെ ഇതും അതുപോലെ OHP ഷീറ്റ്, ഈ ഗ്ലാസ് പെയിൻറ്റ് ഇതിൽ ചെയ്യുന്ന പോലെ OHP ഷീറ്റ് വാങ്ങിയിട്ട് ചെയ്തത്. അതൊന്നും പൊളിയൂല, വലിയ ഫിനിഷൊന്നുമില്ല. ഇങ്ങനെ അടിയിൽ കാർബോർഡ് വെച്ച് സൈഡൊന്ന് സെലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ചതായിരുന്നു. പിന്നെ നെറ്റിപ്പെട്ട യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. പിന്നെ മെറ്റീരിയൽസ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഓൺലൈനായിട്ട് വരുത്തിയിട്ട് അതിൻ്റെ മാതിരി ചെയ്തതാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ സുഹൃത്തുക്കളും വീട്ടുകാരൊക്കെ നല്ല പ്രോത്സാഹനം തന്നു. അതുകൊണ്ട് ഇതിലേക്ക് കൂടുതൽ ചെയ്തു മാത്രം. ഇനിയും തുടരും. ഇപ്പോഴും സമയം കിട്ടുമ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഒന്ന് പരിചയപ്പെടുത്തിയാൽ നിങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തിയാൽ. ഞാൻ ഹേമജ. ആയില്ല ഒരു മിനിറ്റ്, ചെറിയൊരു അതെ സ്കൂളിൻ്റെ പേരും നിങ്ങളെ പേരും എന്ന് പറഞ്ഞാൽ. ഞാൻ കരുവള്ളൂർ സെൻട്രൽ ഹെൽത്ത് സ്കൂളിൽ ഹെഡ്മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്താണ്. 2021 റിട്ടയർ ചെയ്തു. 2-3 വർഷമാവാൻ പോയി. അപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്തൊന്നും ഇതിൻ്റെ സമയം കിട്ടില്ല, ഹെഡ്മിസ്ട്രസും കൂടി ആയതുകൊണ്ട്. വിട്ട ശേഷമാണ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തത്. അധികവും എൻ്റെ പേര് ഹേമജ അല്ലേ? അധികവും വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ലോ കോസ്റ്റ് മെറ്റീരിയൽ വാങ്ങിയിട്ട് ചെയ്ത വർക്കാണ് അധികമുള്ളത്. ഈ പൈസ ചിലവാക്കത്തെ ഈ നെറ്റിപ്പടത്തിൻ്റെ സാധനത്തിനായിരിക്കും. ബാക്കി അങ്ങനെ വലിയ വില വരുന്നതല്ല. ഈ ഗ്ലാസുകളെല്ലാം കട്ട് പീസ് കിട്ടിയതാണ്. എല്ലാം വിൽപ്പനക്ക് വാങ്ങും അല്ലേ? വിൽപ്പന വേണമെങ്കിൽ ചെയ്യാന്ന് ചെയ്തിട്ടില്ല ഇതുവരെ. കൂടുതലുണ്ടെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്ന ആളുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഐഡിയകളുണ്ട്, സാധനങ്ങളും ഉണ്ട് വീട്ടിൽ. മനോഹരായി, സാധനം മനോഹരായി. പേപ്പറിൻ്റെ അല്ല, നമ്മൾ കൊടുക്കാം ഓൺലൈനിലല്ല. ഞാൻ നേരത്തെ മനോരമയുടെ ബ്യൂറോ ചീഫ് ഉണ്ടായത്. അപ്പോൾ